റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പ് ഒരു പരിചയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള പരിച. ഒരു പരിച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുമ്പൊക്കെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ തടഞ്ഞു നിർത്താൻ, തൻ്റെ നേരെ വരുന്ന എന്ത് പ്രശ്നങ്ങളെയും തടഞ്ഞു നിർത്താൻ ഉപയോഗിക്കുന്നതാണ് പരിച. അതുപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മീയവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രയാസങ്ങളെയും വരുന്നതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നതാണ് നോമ്പ്. അതാണ് നോമ്പ് ഒരു പരിച എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് വിശ്രമം നൽകി, ശരീരത്തിന്റെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച്, വിഷാംശങ്ങളെയൊക്കെ അകറ്റി നിർത്തി ഒക്കെ ഒഴിവാക്കി കളഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ ഉരുക്കി കളയുന്ന ഒരു കാലമാണ് റമദാൻ മാസം, ഉപവാസകാലം. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് കൊഴുപ്പുകൾ അടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ അന്നനാളത്തിലും പെരിറ്റോണിയത്തിലും ആമാശയത്തിലും ഒക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഉരുക്കി കളയുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അതായത് നമ്മുടെ ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മുമ്പ് ചെയ്തിരുന്ന എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഊർജം ആവശ്യമാണ്. ആ ഊർജം ലഭിക്കുന്നത് മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണം കൊഴുപ്പാക്കി അടിഞ്ഞു കിടക്കുന്ന ആ കൊഴുപ്പിനെ ഉരുക്കി എടുത്തിട്ടാണ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും അതേപോലെ ആവശ്യമുള്ള ഊർജം ഉണ്ടാക്കുന്നതും. ഇതെല്ലാം നമ്മുടെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പിൽ നിന്നാണ്. അപ്പോൾ ഈ കൊഴുപ്പ് ഉരുക്കി കളയേണ്ടുന്ന ഈ മാസത്തിൽ കൂടുതൽ കൊഴുപ്പ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. എണ്ണയിൽ വറുത്തതും പൊരിച്ചതും, ഇപ്പൊ നമ്മളൊക്കെ തറാവീന് പോകുമ്പോ കാണാം, റോഡ് സൈഡിൽ കുറെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാകും. അവിടെയൊക്കെ ഉണ്ടാകും കുറെ പലഹാരങ്ങളും, റമദാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറെ ഉപ്പിലിട്ടതും പിന്നെ അതുപോലെ മുളകും പുളിയും ഒക്കെ ഉള്ളതും കുറെ പല നിറത്തിലുള്ള സോസുകളും ഇതൊക്കെ ഒഴിച്ചിങ്ങനെ കഴിക്കുന്നത് കാണാം. ശരിക്കും ഇതൊക്കെ നമ്മളെ വയറിന് കേടല്ലേ? നോമ്പുകാലത്ത് നാം ഇതാണോ കഴിക്കേണ്ടത്? അല്ലല്ലോ. നോമ്പ് തുറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? കാരക്കയും പച്ചവെള്ളവുമാണ്. ഇതിലുമുണ്ട് ശാസ്ത്രീയത. നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഗ്ലൂക്കോസ് ലഭിക്കാനും ഊർജം ലഭിക്കാനും കാരക്കയും പച്ചവെള്ളവുമാണ് നല്ലത്. കാലിയായി കിടക്കുന്ന വയറില് അസിഡിറ്റി നിറഞ്ഞിട്ടുണ്ടാവും. ആ അസിഡിറ്റി നിറഞ്ഞ വയറിലേക്ക് ഇതുപോലുള്ള ആസിഡുകൾ അങ്ങനെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. അത് ആളിക്കത്തും. അത് നമ്മുടെ ശരീരത്തിന് പിന്നീട് അൾസർ പോലുള്ള രോഗങ്ങള്, ആമാശയത്തിനും മറ്റും ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ ഇത് കാരണമാകും. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തില് ഫുഡിന്റെ ഒരു സ്ട്രീറ്റാ. എവിടെ നോക്കിയാലും ഫുഡാണ്. അതുകൊണ്ട് തന്നെ കേരളത്തില് ശരിക്കു പറഞ്ഞാൽ കുടലിന് ക്യാൻസർ വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാരണം ഈ ഭക്ഷണങ്ങളൊക്കെ ദഹിച്ചു പോകണ്ടേ, അതിനുള്ള സമയമല്ലല്ലോ. ഇതിനൊക്കെ എല്ലാത്തിനും ഒരു തടയിട്ടുകൊണ്ട് റമദാൻ മാസം നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ശീലമാക്കാം. ധാരാളം നല്ല വേനൽക്കാലമാണല്ലോ, ധാരാളം വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആവശ്യമുള്ളത് 25 കിലോ വെയിറ്റിന് 1 ലിറ്റർ എന്ന കണക്കിൽ എന്ന തോതിലാണ് വെള്ളം വേണ്ടത്. അതുപോലെ നമ്മുടെ വെയിറ്റ് എത്ര ഉണ്ടോ അത് കണക്കാക്കിയിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അതുപോലെ വെള്ളം തന്നെ ഒറ്റ ഇരിപ്പിന് ഒന്നിച്ച് കുടിക്കാൻ പാടില്ല. അത് അപ്പൊ നമ്മളൊരു ചുമരിലേക്ക്, സിമെന്റ് ഇട്ട ഒരു ചുമരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്താവുക? അതേപോലെ മിനുസുള്ള സ്ഥലത്തേക്ക് അതൊന്നായിട്ട് ഒഴുകി പോകൂലേ? എല്ലാ ഭാഗത്തേക്കും എത്തൂലല്ലോ. എന്നാൽ കുറേശ്ശെ ഇപ്പൊ നമ്മള് സിമെന്റ് ഒക്കെ ഇട്ട് തേച്ചൊരു ചുമര് നനക്കുമ്പോ കുറേശ്ശെയാണല്ലോ നനച്ചു കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. നമ്മളാ നോമ്പ് തുറക്കുന്നതിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ അല്പാൽപമായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അതിന് വേണമെന്നുണ്ടെങ്കിൽ ശരീരം തണുപ്പിക്കാൻ ആവശ്യമായ കൂവപ്പൊടി വെള്ളം, മല്ലിവെള്ളം, മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, കൂവപ്പൊടി വെള്ളം, കരിക്കിൻ വെള്ളം, ഇതൊക്കെ കുടിക്കാവുന്നതാണ്. ഇതൊക്കെ
ശരീരത്തിന് തണുപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ്. അല്ലാതെ ഈ കൂടുതൽ മധുരമുള്ള പാനീയങ്ങളൊക്കെ കഴിച്ചാൽ കാലിയായ വയറാണ്. മധുരം കൂടുതൽ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് വരും, കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. ഇത് സ്ഥിരമായി കഴിഞ്ഞാൽ ആ ആള് ഒരു പ്രമേഹ രോഗിയായി മാറും. കാരണം ശരീരത്തിൽ ഇൻസുലിൻ കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടല്ലേ. അതങ്ങനെ ശീലമായി കഴിഞ്ഞാൽ ഇൻസുലിന്റെ ഉൽപാദനം കൂടും. അത് പിന്നെ അയാള് പ്രമേഹ രോഗിയാകാനുള്ള കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കാലിയായ വയറ്റിലേക്ക് നല്ല മധുരമുള്ള പാനീയങ്ങൾ ഒരിക്കലും ചെല്ലാൻ പാടില്ല. പച്ചവെള്ളവും കാരക്കയും മാത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ നാരുള്ള പഴവർഗ്ഗങ്ങൾ ഏറ്റവും നല്ലതാ, വയറിന് ദഹനത്തിനും ഒക്കെ കൂടുതൽ എളുപ്പമാണ്. പക്ഷെ അത് ജ്യൂസാക്കി കഴിക്കരുത്. അത് ചവച്ചരച്ച് നമ്മുടെ ഉമിനീരും എല്ലാം ചേർന്നിട്ട് വേണം ആ പഴം അകത്തോട്ട് ചെല്ലാൻ. അങ്ങനെയാണ് വേണ്ടത്. ശരിക്ക് നോമ്പുകാലം എന്ന് പറഞ്ഞാല് എന്താണ്, ആരോഗ്യത്തോടെ ഇരിക്കേണ്ട കാലമാണ്. ഇപ്പോ സൂറത്തുൽ ബഖറ 184 ആയത്തില് രോഗികൾക്കും യാത്രക്കാർക്കുമുള്ള നോമ്പിന്റെ ഇളവുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടിക്കൊണ്ടാണ്, അവർക്കത് പ്രയാസമുണ്ടാകുന്ന തരത്തിലാണെങ്കിൽ അവർക്ക് പിന്നീട് നോറ്റ് വീട്ടാം. എന്നാൽ അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, വ അൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതായത് നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു കാര്യമാണ്, അത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളതാണ്, അത് ആരോഗ്യകരമാണ് എന്നുള്ളത് പറയാണ്. ഇന്നത്തെ കാലത്ത് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട് ഉപവാസകാലം, നോമ്പുകാലം എന്നത് ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല കാലമാണ് എന്നുള്ളത്. പക്ഷെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, നിങ്ങളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോമ്പ് ശാരീരിക പീഡനമല്ല, മറിച്ച് ശാരീരിക ആത്മീയമായ ഒരു നന്മയാണ്. അത് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ഹീലിംഗ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്, ഹീലിംഗ് പ്രവൃത്തിയാണ്. അതുപോലെ നോമ്പ് കാലത്തുള്ള ഭക്ഷണക്രമത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി നോക്കാം. നോമ്പ് തുറന്ന ഉടനെ ഒരുപാട് ഭക്ഷണങ്ങൾ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കേണ്ട ഒരുപാട് ഭക്ഷണങ്ങൾ അങ്ങനെ വാരി വലിച്ച് കഴിക്കാൻ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാലും ദഹനത്തിനുള്ള പ്രശ്നം വരും. ഇപ്പോ നോമ്പുകാലത്ത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി, പുളിച്ചു തികട്ടല്, മലബന്ധം. ഇതൊക്കെ ശരിയായ ഭക്ഷണക്രമം അല്ലാത്തത് കൊണ്ട് വരുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വയറ് ശുദ്ധീകരിക്കേണ്ട കാലമല്ലേ. അത് എങ്ങനെയാണ് ഈ അസിഡിറ്റിയും പുളിച്ചു തികട്ടലും ഉണ്ടാവുന്നത്? വയറ് ദഹനമില്ലാതിരിക്കുമ്പോൾ അത് പുളിച്ചു തികട്ടിയിട്ടും അസിഡിറ്റി ആയിട്ടും വരികയാണ്. അപ്പൊ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാം നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ ഈ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, പയറുവർഗ്ഗങ്ങള്, മുട്ട, ചിക്കൻ ഇതൊക്കെ കറി വെച്ചിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണം. അതുപോലെ തന്നെ അത്താഴത്തിന് ഓട്സ്, രാഗി പോലുള്ള മില്ലറ്റുകള്, ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങള്, അതുപോലെ ബ്രൗൺ റൈസ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഒരു ദിവസം മുഴുവനുള്ള ഊർജം നിലനിർത്താൻ അത് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഷുഗറുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലര് അത്താഴം ഒഴിവാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ, അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നുള്ളത്. ചിലര് ആ സമയത്ത് എണീക്കാൻ മടിച്ചിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് തോന്നിയിട്ടോ, നമുക്ക് ആരും ആ സമയത്ത് ഭക്ഷണം കഴിച്ച് ശീലിച്ചവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഒക്കെ നോമ്പെടുക്കും. ഇത് ഷുഗർ രോഗികൾക്ക് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മെഡിസിൻ എടുക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഷുഗർ ലെവൽ താഴുകയും അത് ഭയങ്കര അപകടകരമായ രീതിയിലേക്ക് മാറുകയും ചെയ്യും. പിന്നെ മറ്റൊന്ന് നോമ്പ് കാലത്തുണ്ടാകുന്ന വ്യായാമമാണ്. നമ്മൾ അല്ലാത്ത സമയത്ത് മിക്ക ആളുകളും നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ഒക്കെ ചെയ്യും. പക്ഷെ നോമ്പുകാലായ ഇതൊക്കെ അവിടെ നിർത്തിവെക്കും. ഇനിയിപ്പോ നോമ്പല്ലേ, ഇനിയിപ്പോ വ്യായാമം ഒന്നും വേണ്ട, എന്തായാലും ശരീരത്തിലധികം കൊഴുപ്പൊന്നുമില്ലല്ലോ, ഉള്ളതൊക്കെ ഒരുക്കി കളയല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ ചെറിയ തോതിൽ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത്താഴത്തിന് ഒരു 20-30 മിനിറ്റിന്റെ മുമ്പ് ഒന്ന് കുറച്ച് സമയം ഒന്ന് നടക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഉണർവ് ലഭിച്ച് നമുക്ക് ആ സുബഹിയും അതുപോലെ തന്നെ ആ ഖുർആൻ പാരായണവും ഒക്കെ ഒന്ന്
നല്ല ഉന്മേഷത്തോടു കൂടി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇഫ്താറിന്റെ കുറച്ച് മുമ്പായിട്ട് ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോഴും തന്നെ ഒരു ഉന്മേഷം ലഭിക്കും. അതുപോലെ തറാവീന് ശേഷം ഇതൊക്കെ ചെയ്യാം. ഇതല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അതും വളരെ ഗുണപ്രദമാകുന്നതാണ്. ഓരോ വിശ്വാസിയും ആത്മചൈതന്യത്തോടെയാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. നോമ്പ് ആത്മീയ ചൈതന്യം പകരുമ്പോൾ തന്നെ ശാരീരികമായ സുഖങ്ങളും നൽകുന്നു, ആരോഗ്യവും നൽകുന്നു. ശാരീരിക ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ആരോഗ്യം എന്ന് പറഞ്ഞാല് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണല്ലോ ആരോഗ്യത്തിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത് WHO. ഈ റംസാൻ മാസത്തിൽ ഇതെല്ലാം ഒന്നിച്ചു വരുന്നു. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ, ശരിയായ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു സന്തോഷവും ഉന്മേഷവും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും മുഴുകുമ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുന്നു, ഒരു സന്തോഷം ലഭിക്കുന്നു. അതുപോലെ സക്കാത്തിലൂടെ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാം. അതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുമ്പോൾ അതും ഒരു നമ്മുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ കൂടുതൽ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ റമദാൻ മാസമാണ് ശരിക്കും ആരോഗ്യമുള്ളൊരു കാലം. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമ്മളൊന്ന് മറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അത്താഴം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ ഗുണം നോക്കേണ്ടതുണ്ട്. വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ എന്ന കണക്കിലുള്ള വെള്ളമാണോ ശരീരത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്, നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. നാം ഒരു അളവ് വെച്ച് കുടിക്കുകയാണെങ്കിൽ, ഒരു പാത്രത്തിൽ അളവെടുത്തിട്ട് അത് കുടിക്കുകയാണെങ്കിൽ ഓരോ സിപ്പായിട്ട് കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ കുടിക്കുമ്പോൾ നമുക്കൊന്നുകൂടി നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് മനസ്സിലാകാം. പിന്നെ അതുപോലെ തന്നെ നമ്മള് നോമ്പിന്റെ ആരോഗ്യ ഗുണങ്ങൾ വേറെ. കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നു. ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും പിന്നെ BP, ഷുഗർ പോലുള്ള രോഗങ്ങളെ കുറക്കാനും ഒക്കെ ഈ നോമ്പ് കാലം വളരെ ഗുണപ്രദമാണ്. മുമ്പ് കഴിച്ച ഭക്ഷണത്തിലുള്ള കൊഴുപ്പൊക്കെ ഒന്ന് ഉരുക്കിക്കളഞ്ഞ് ഈ റമദാൻ മാസം 30 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ആരോഗ്യമുള്ളവരായി തീരണം. അതായിരിക്കണം വേണ്ടത്. അല്ലാതെ നീ നോമ്പ് കഴിഞ്ഞപ്പോ നീ തടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു സംസാരമല്ല നമുക്ക് കിട്ടേണ്ടത്. ചിലര് പറയും നോമ്പ് കഴിഞ്ഞപ്പോ പറ്റായല്ലോ. പക്ഷെ ആ പറ്റായല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ഉരുക്കിക്കളയുന്നത് കൊണ്ടാണ്. അതാണ് ഈ നോമ്പിന്റെ ശാരീരികമായിട്ടുള്ള ഗുണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് തഖ്വക്ക് തന്നെയാണ്. ഖുർആനിൽ പറഞ്ഞത് എന്താ? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന്. അപ്പോ തഖ്വയുള്ളവരാവുക, ആരോഗ്യമുള്ളവരാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല തഖ്വയോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ റമദാൻ മാസം പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്. വളരെ നല്ല രൂപത്തിൽ എങ്ങനെയാണ് റമദാനിൽ നമ്മൾ ഭക്ഷണത്തിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. മുമ്പ് ഒരു സ്പീച്ചിൽ കേട്ടിട്ടുണ്ട്, ചില ആളുകളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് റെയിൽവേ ഗേറ്റ് തുറന്ന പോലെയാണ്. റെയിൽവേ ഗേറ്റ് തുറന്നാൽ കാണാലോ, അതിലിങ്ങനെ ബസ്സും ലോറിയും കാറും എല്ലാം പോവല്ലോ. ഇതേപോലെ എല്ലാം കൂടെ വാരി വലിച്ച് തിന്നുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കണ്ടുവരുന്നത്. അവിടെ കൃത്യമായി ഒരു പ്ലാനിങ്ങിലൂടെ പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ കാര്യത്തിലും ഒരു നിയന്ത്രണം വരുത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് നജ്മ ബീഗം നമുക്ക് അവതരിപ്പിച്ചു തന്നു. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, നമ്മുടെ ഭാഷണ എന്ന് പറഞ്ഞൊരു പ്രസംഗ പരിശീലന പരിപാടി നമ്മൾ നടത്താറുണ്ട്. അതിലൊരു വിദ്യാർത്ഥി കൂടെയാണ്, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരാൾ കൂടെയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുവാൻ എല്ലാവരും സഹകരിക്കുക. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ നമുക്ക് വിഷയാവതരണങ്ങൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഖുർആൻ പഠനവും ഹിഫ്ള് പഠനവും
ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തുക. നമ്മളൊരു അരമണിക്കൂർ സമയമാണ് കാര്യമായിട്ട് ഇതിന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജോലിയിലായാലും യാത്രയിലായാലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.